നമസ്കാരം. ആലപ്പുഴയിലെ മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അട്ടിമറി നടത്തി, അതായത് തപാൽ വോട്ടിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. അതേ തുടർന്ന് അദ്ദേഹത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് ശക്തമാക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തഹസിൽദാർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി മൊഴിയെടുക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ ഒരു സംഭവത്തിൽ ഇടപെടുകയും അദ്ദേഹത്തിനെതിരെ കൂടുതൽ ശക്തമായ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, അദ്ദേഹത്തിനെതിരെ ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അതായത് ഇത് ഗുരുതരമായ വിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ ചെയ്തിരിക്കുന്നത്. പ്രധാനമായും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്നത് തന്നെയാണ് ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് നിയമ ഉപദേശം പോലീസിന് ലഭിച്ചത്. രാവിലെ തന്നെ നിയമോപദേശം പോലീസ് തേടിയിരുന്നു. ഈ നിയമോപദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസ് മുൻ മന്ത്രിയും CPM നേതാവുമായ അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇനി തെളിവെടുപ്പടക്കം നടക്കേണ്ടതുണ്ട്. അതേസമയം വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമായതുകൊണ്ട് തെളിവ് ശേഖരിക്കുക എന്നത് പോലീസിന് മുന്നിൽ വലിയ സങ്കീർണതകൾ സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. മാത്രമല്ല, അന്ന് മത്സരിച്ച CPM നേതാവ് KV ദേവദാസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊരു സംഭവം, അതായത് തപാൽ വോട്ടിൽ കൃത്രിമം നടത്തിയതായി അറിയില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. അത്തരത്തിൽ CPMന്റെ നേതൃത്വം, CPM നേതാക്കളെല്ലാം തന്നെ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ ഒരു തെളിവ് ശേഖരണം എന്തായാലും ശേഖരിക്കുന്ന രീതിയിലേക്ക് അത് പോലീസ് പോവുകയാണെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതേസമയം ജി സുധാകരനെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ട CPM ജില്ലാ സെക്രട്ടറി R നാസർ പോലീസിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് തെളിവില്ലാത്ത കേസിലാണ് ഇപ്പോൾ മുതിർന്നൊരു നേതാവിനെതിരെ പോലീസ് കേസെടുത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് CPMഉം ആഭ്യന്തര വകുപ്പും രണ്ട് ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ രണ്ട് ദിശയിലേക്കാണ് ഈ ഒരു കേസിൽ പോകുന്നത് എന്നതാണ് വ്യക്തം. അതേസമയം പിണറായി വിജയനെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഒളിയമ്പുകൾ എഴുതുകൊണ്ടിരുന്ന ഒരു നേതാവാണ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ പോലീസ് ഇത്തരത്തിലൊരു പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും FIR രജിസ്റ്റർ ചെയ്യുകയും കേസന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്തതോടുകൂടി ഇതൊരു വിഭാഗീയതയുടെ ഭാഗമായിട്ടാണോ എന്നതും അത്തരത്തിലുള്ള വിമർശനങ്ങളും രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും കേസ് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ഒഴിയാൻ ജി സുധാകരൻ ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ പോലും അദ്ദേഹം പ്രസംഗം നടത്തിയ ആ വീഡിയോ ഇപ്പോഴും അന്വേഷണത്തിൻ്റെ ഭാഗമായി അധികൃതരുടെ കയ്യിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ കേസിൽ ഇനിയും കേസ് തുടർന്നു പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനപ്രാതിനിധ്യ നിയമം 126, 135, 136A തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ജി സുധാകരനെതിരെ കേസെടുത്തിരിക്കുന്നത്.